ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാച്ചോറും അതുപോലെ തന്നെ നാടൻ രീതിയിൽ തയ്യാറാക്കിയ ചിക്കൻ പാർട്സ് വരട്ടിയതുമാണ്. അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. തേങ്ങാച്ചോറ് തയ്യാറാക്കാനായിട്ട് ഒരു ഗ്ലാസ് ചാക്കരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് സാധാരണ നമ്മൾ ചോറൊക്കെ വെക്കുന്ന അരി തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു സ്പൂണ് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ അതേ അരിയൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. കുക്കറിലാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അരി കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ചെറിയ ഉള്ളിയും തേങ്ങയുമാണ് എടുത്തിട്ടുള്ളത്. ഈ ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കാം. എന്നിട്ട് ഇത് രണ്ടും അരിയിലേക്ക് ചേർത്ത് കൊടുത്ത് പാകത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് കൈ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. അരി കഴുകിയെടുക്കുമ്പോൾ തന്നെ അരി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം തിളപ്പിച്ചെടുക്കാം. അതുപോലെ ഇത് പെട്ടെന്ന് വെന്ത് വരുന്ന അരി ആയതുകൊണ്ട് കുക്കറിൽ ഒറ്റ വിസലടിച്ചാൽ മതി. ഇനി ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി തേങ്ങാച്ചോറിന്റെ കൂടെ കഴിക്കാനായിട്ട് വളരെ എളുപ്പത്തിലൊരു ചിക്കൻ പാർട്സ് വരട്ടിയത് കൂടി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതേ പാർട്സ് കൂടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കരൾ ഭാഗം മാറ്റി വെച്ചിട്ട് നല്ല വേവുള്ള കഷ്ണം മാത്രം ചെറുതാക്കി മുറിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് കുക്കറിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതേ കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് കുക്കർ വിസലടിക്കാൻ സമയത്ത് ലോ ഫ്ലെയിമിലിട്ട് 20 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കരൾ ഭാഗമാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പില ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇത് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയൊരു തക്കാളിയാണ് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി പാകത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് വെന്ത് വരുന്ന വരെ ഇങ്ങനെ ചെയ്തെടുക്കാം. പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇനി പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം പൊടിച്ചതാണിത്. ഇനി ഇത് കൂടി ചേർത്ത് ഇത് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. ഇനി കരൾ ഭാഗം ഇതിലേക്ക് ചേർത്ത് പാകത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. മസാലയൊക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നേരത്തെ കുക്കറിൽ മാറ്റി വെച്ച പാർട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി 10 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. നല്ല വേവുള്ള ഭാഗം കുക്കറിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അതുപോലെ രണ്ടും കൂടി വേവിച്ചെടുക്കുകയാണെങ്കിൽ ലിവർ പീസ് നന്നായിട്ട് വെന്ത് വരും. മറ്റത് വേവ് കുറഞ്ഞാണ് ഇരിക്കുക.
അപ്പോൾ ഇതേ 10 മിനിറ്റ് ഒക്കെ ആയി. ഇതൊന്ന് തുറന്നു നോക്കാം. ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം മല്ലിപ്പൊടിയും ചതച്ച വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെക്കാതെ തന്നെ ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്ത് ഇതൊന്ന് വരട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളൊന്നും തന്നെ ചേർക്കുന്നില്ല. വേണമെങ്കിൽ അല്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇനി പാർട്സ് ഒക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നാടൻ രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ തേങ്ങാച്ചോറും കുറച്ച് അരിയും തേങ്ങയും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഈ ചിക്കൻ പാർട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇന്ന് തയ്യാറാക്കിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാച്ചോറും ചിക്കൻ പാർട്സും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. ബൈ.